ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന രണ്ട് പേരുകൾ ഇറാനും ഇസ്രായേലും. മൂന്നാം ലോകമഹായുദ്ധം വരുമോ എന്ന് പോലും നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള കടുത്ത ശത്രുത. എന്നാൽ ഒരു കാലത്ത് ഇവർ തമ്മിൽ കട്ട ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഒരേ പ്ലേറ്റിൽ ബിരിയാണി കഴിച്ചവർ ഇന്ന് പരസ്പരം ചോരയ്ക്കായി ദാഹിക്കുന്നു. എങ്ങനെയാണ് ഈ സൗഹൃദം കടുത്ത പകയായി മാറിയത്? എന്താണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം? നമുക്ക് നോക്കാം. വർഷം 1948. ഇസ്രായേൽ രാജ്യം രൂപീകരിക്കപ്പെട്ട കാലം. ഭൂരിഭാഗം മുസ്ലിം രാജ്യങ്ങളും ഇസ്രായേലിനെ എതിർത്തപ്പോൾ അവരെ അംഗീകരിക്കാൻ മുന്നോട്ട് വന്ന ആദ്യ രാജ്യങ്ങളിലൊന്നായിരുന്നു ഇറാൻ. അന്ന് ഇറാൻ ഭരിച്ചിരുന്ന ഷാ ഭരണകൂടത്തിന് ഇസ്രായേലുമായി വമ്പൻ ബിസിനസ് ബന്ധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എണ്ണ വ്യാപാരവും സൈനിക സഹായങ്ങളുമായി ഇവർ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും അടുത്ത കൂട്ടുകാരായി മുന്നോട്ട് പോകും. പക്ഷേ കഥ മാറിയത് ഒറ്റ രാത്രി കൊണ്ടാണ്. വർഷം 1979. ഇറാനിൽ ഒരു വൻ വിപ്ലവം നടക്കും. അമേരിക്കൻ അനുകൂലിയായ രാജാവിനെ ജനങ്ങൾ പുറത്താക്കി. അയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ ഒരു ഇസ്ലാമിക ഭരണകൂടം അധികാരത്തിൽ വന്നു. അതോടെ കഥ ആകെ മാറി. പുതിയ ഇറാൻ ഭരണകൂടം ഇസ്രായേലിനെ തങ്ങളുടെ ഒന്നാമത്തെ ശത്രുവായി കണ്ടു. ഇസ്രായേലുമായി ഉണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും അവർ ഒറ്റയടിക്ക് വെട്ടി. അവിടെ തുടങ്ങി ഇന്ന് നമ്മൾ കാണുന്ന കടുത്ത അതിർത്തി പങ്കിടാത്ത ഈ രണ്ട് രാജ്യങ്ങൾ ഇന്ന് എന്തിനാണ് ഇങ്ങനെ അടിച്ചു കൂടുന്നത്? അതിന് പ്രധാനമായി 3 കാരണങ്ങളാണ്. 1. ആശയപരമായ വ്യത്യാസം. പലസ്തീൻ മണ്ണ് കയ്യേറിയ അധിനിവേശ ശക്തിയായിട്ടാണ് ഇറാൻ ഇസ്രായേലിനെ കാണുന്നത്. മുസ്ലിങ്ങളുടെ വിശുദ്ധ ഭൂമിയായ ജെറുസലേം മോചിപ്പിക്കുക എന്നത് തങ്ങളുടെ ലക്ഷ്യമാണ് ഇറാൻ. 2. പ്രോക്സി വാർ അഥവാ നിഴൽ യുദ്ധം. ഇസ്രായേലിനെ പൂട്ടാൻ ഇറാൻ ചുറ്റുമുള്ള ഹിസ്ബുള്ള, ഹമാസ്, ഹൂതികൾ തുടങ്ങിയ ഗ്രൂപ്പുകൾക്ക് വൻതോതിൽ ആയുധവും പണവും നൽകും. ഇത് ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുന്നു. 3. അറ്റോമിക് പവർ. ഇറാൻ ആണവായുധം ഉണ്ടാക്കുമോ എന്ന പേടി ഇസ്രായേലിന്. അത് തടയാൻ ഇറാന്റെ ശാസ്ത്രജ്ഞന്മാരെ വധിക്കാനും സൈബർ ആക്രമണം നടത്താനും ഇസ്രായേലും മടിക്കാറില്ല. വർഷങ്ങളായി രഹസ്യമായി നടന്നിരുന്ന ഈ നിഴൽ യുദ്ധം ഇപ്പോൾ പരസ്യമായ ആക്രമണങ്ങളിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും ഇപ്പോൾ നേർക്കുനേർ മിസൈലുകളായി. ഈ യുദ്ധം എവിടെ ചെന്ന് അവസാനിക്കുമെന്നത് ലോകത്തിന് മുന്നിലെ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.